ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാരേജിൽ വന്നിട്ടുള്ള വാഹനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ഇൻട്രോ പറഞ്ഞ ആ വണ്ടി തന്നെ പോയി കണ്ടിട്ട് വരാം. സെന്ന് കാർബൺ ഒരെണ്ണം വന്നിട്ടുണ്ട്. സെന്ന് കാർബൺ എന്ന് പറഞ്ഞാൽ 2004 കാലഘട്ടത്തിൽ വളരെ കുറച്ച് ഇറങ്ങിയൊരു വണ്ടിയാണ് സെന്ന് കാർബൺ. അതായത് നമ്മൾക്ക് ബാക്ക് ഡോർ ഇല്ല, സിംഗിൾ ഡോർ മാത്രം. സിംഗിൾ ഡോർ എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത്ത് കൂടിയ ഒരു സിംഗിൾ ഡോർ. അതേപോലെ തന്നെ നമ്മൾ സീറ്റ് കയറ്റിയിട്ടതിന് ശേഷം നമ്മൾ ബാക്കിൽ നമ്മൾ ആ മിനി കൂപ്പറും മാതിരിയുള്ള ഒരു മോഡലിലുള്ള സെന്ന്. അപ്പോൾ സെന്ന് കാർബണൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ഗാരേജിലാണ്. അപ്പോൾ വേറൊരു വണ്ടി വന്നതാണെന്ന് പറഞ്ഞാൽ ഹോണ്ട സിറ്റി. നമ്മളൊരു മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളർ ഹോണ്ട സിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാച്ച് വർക്ക്, ഡെന്നിങ് വർക്ക് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഇന്നോവ ഇൻറ്റീരിയർ വർക്കിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. സീറ്റ് വർക്കും കാര്യങ്ങളും അതേപോലെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻറ്റീരിയർ വർക്കിന് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾക്കൊരു ഓൾട്ടോ വന്നിട്ടുണ്ട്. സാധാരണ ഓൾട്ടോ 2005 മോഡൽ ഓൾട്ടോ വന്നിട്ടുണ്ട്. 2005 മോഡൽ ഓൾട്ടോ റീസ്റ്റോറേഷന് വേണ്ടി വന്നിരിക്കുന്നൊരു വണ്ടിയാണ്. ആ വണ്ടിക്ക് നിലവിൽ AC ഇല്ല, AC ആഡ് ചെയ്യണം. അതേപോലെ തന്നെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ ചെക്ക് ചെയ്യണം. അതേപോലെ ആ വണ്ടി ഫുൾ പെയിൻറ്റിങ്, ബ്ലാക്ക് കളർ വണ്ടിയാണ്. ഈ ഒരു വണ്ടിയാണ്. ഈ ഒരു വണ്ടി നമുക്ക് ഫുൾ പെയിൻറ്റിങ് ചെയ്യണം, ഫുൾ ഡെൻറ്റിങ് വർക്ക് ചെയ്യണം, ഇൻറ്റീരിയർ സീറ്റ് വർക്ക് ചെയ്യണം. അങ്ങനെ ഒരുപാട് വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. ബ്ലാക്ക് കളറിൽ നിന്ന് നേരെ സിൽവർ കളറിലേക്ക് മാറ്റണത്. സിൽവർ കളർ ഏതെന്ന് കൺഫേം ആയിട്ടില്ല, പക്ഷേ സിൽവർ ആണെന്ന് കൺഫേം ആണ്. അത് ഏത് സിൽവർ എടുക്കുമെന്ന് കൺഫേം ആയിട്ടില്ല. അപ്പോൾ അതങ്ങനെ ചെയ്യണം. അതേപോലെ തന്നെ നമുക്കൊരു ടവേര വന്നിട്ടുണ്ട്. ടവേര കൺവേർഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഫോൺ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ടവേര കൺവേർഷൻ ചെയ്യാനായിട്ട് പറ്റും നമ്മൾക്ക്. നമ്മൾ മുന്നേ വണ്ടി ചെയ്യാത്ത കാരണമാണ് എനിക്ക് അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊന്നും പറയാൻ പറ്റാഞ്ഞത്. അപ്പം നിലവിൽ ഒരു ഗ്രീൻ കളർ വണ്ടി, നമ്മൾ നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. പക്ഷേ ബാക്കിൽ ചെറിയ ആക്സിഡൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് ബമ്പർ ഡെൻഡായിട്ടുണ്ട്. നല്ലണ്ട്, വേറെ തുരുമ്പ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി കൺവേർഷൻ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം, ഗ്രില്ല് ചേഞ്ച് ചെയ്യണം, ബമ്പർ ചേഞ്ച് ചെയ്യണം. അതേപോലെ ടച്ചിങ് പോളിഷാണ്, ഫുൾ പെയിൻറ്റിങ് ഇല്ല വണ്ടി. ഗ്ലാസ് അയച്ചൊന്ന് സെറ്റ് ചെയ്യണം, കാരണം കണ്ട ഗ്ലാസിൻ്റെ ബീഡിങ് ഒക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നയിച്ച് സെറ്റ് ചെയ്ത് ടൈപ്പ് 2ലേക്ക് മാറാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം, എത്ര ആയി എന്നുള്ളതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ എമൗണ്ട് പറയണില്ല, കാരണം നമുക്ക് കറക്റ്റ് എമൗണ്ട് പാർട്സുകളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ കേട്ടോ. പാർട്സ് ഇപ്പോൾ ബമ്പർ, ഫോഗ് ലാമ്പ്, അതേപോലെ ഗ്രില്ല് സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പെയിൻറ്റിങ് ചെയ്യുന്നത് ബമ്പറൊക്കെ സിൽവർ ആ ടൈപ്പ്, അതൊക്കെ ഞാൻ വഴിയെ പറയാം. അത് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണതാണ്. അതേപോലെ പിന്നെ വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മളുടെ ബാക്കിൽ കിടക്കുന്ന വണ്ടി. നമ്മളുടെ ഇവിടുന്ന് ഏകദേശം ഒരു 3-4 മാസത്തോളമായി ചെയ്തു പോയിട്ട്. അൺഫോർച്ചുനേറ്റ്ലി ആ വണ്ടി ഒന്ന് ചെറിയ രീതിയിലൊന്ന് തട്ടി. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ കാണണമെങ്കിൽ ഇതൊരു മേജർ ആക്സിഡൻ്റ് അല്ല. മെയിനായിട്ട് ഈ ഒരു വീഡിയോ അതിന് പ്രൂഫാണ്. ഇതൊരു മേജർ ആക്സിഡൻ്റ് അല്ല. ഇതിൻ്റെ ബോണറ്റ്, ഫെൻഡർ, ഹെഡ്ലൈറ്റ്, ബമ്പർ ആണ് ഡാമേജ് ഉള്ളൂ. അതിൻ്റെ ഇൻറ്റീരിയർ അപ്പറാമിലേക്കോ ചേസിലേക്കോ ഒരു ഇമ്പാക്റ്റും വന്നിട്ടില്ല. അപ്പോൾ അത് അഴിക്കലും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ചേഞ്ച് ചെയ്യുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബോണറ്റ് എന്തായാലും ചേഞ്ച് ചെയ്യണം. ഫ്രണ്ട് കുത്തിയ ബോണറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. ഫോൺ വന്നു. നിലവിൽ ഈ ഒരു വണ്ടി ഗാർനറ്റ് റെഡ് പെയിൻറ്റിങ് ചെയ്ത് പോയൊരു വണ്ടിയാണ്. ഗാർനറ്റ് റെഡ് ഇൻറ്റീരിയർ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ കസ്റ്റമർ വീണ്ടും കുറച്ച് ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ വീണ്ടും കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ വീഡിയോയിൽ തന്നെ അതിൻ്റെ അഴിക്കലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ വണ്ടി ഇതേപോലെ ആക്സിഡൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തായാലും ശ്രദ്ധിക്കണം. കാരണം ഫെൻഡർ ഡാമേജ് ആയ വാഹനങ്ങൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫെൻഡർ ഇന്നറിലേക്ക് പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുവഴി നമ്മുടെ ഡോറും കൂടി ഡാമേജ് ആവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ആക്സിഡൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ ഡോറിൽ കൂടെ ഇറങ്ങിയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഡോറും കൂടി ഡാമേജ് ആവും. ശ്രദ്ധിക്കേണ്ട കേസാണ്. നമുക്ക് വണ്ടി അഴിക്കാം. എന്തായാലും ഡാമേജ് ആയി. നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത്ര അടിച്ചതല്ലേ, നോക്കി നോക്കാം.
എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. ഇത്ര അടിച്ചിട്ട് വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാം. ഇടിച്ചെന്ന് വിചാരിച്ച് അതിൻ്റെ ഉള്ളിലൊന്നും പോകാനില്ലെന്ന് തോന്നുന്നുണ്ട്. അത് വേറെ ഇൻഡിക്കേറ്റർ വന്നിട്ട് നോക്കാം. ഹെഡ്ലൈറ്റും ഡൈലൈറ്റും വർക്കിംഗ് ആണ്. അല്ല, ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും ഡൈലൈറ്റും കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. നമ്മുടെ ഇവിടെ പറഞ്ഞ ബ്രാക്കറ്റിൽ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യണ ബ്രാക്കറ്റ് അത് മാത്രം ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ വലിച്ചെടുക്കാൻ വേറെ എവിടെ അപ്രാമ് കംപ്ലൈൻറ്റ് ഇല്ല. ഇവിടെ ആയിട്ട് കാണാം ഈ ഒരു ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അഴിക്കലും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ബോണറ്റ് എന്തായാലും റീപ്ലേസ് ചെയ്യുന്നതാണ്. അതിന് പ്രത്യേകിച്ച് സെറ്റിംഗ് ഒന്നും ചേഞ്ച് വന്നിട്ടില്ല. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഈ ഒരു ലൈൻ കണ്ടില്ലേ, ഇതിന് പ്രത്യേകിച്ച് സെറ്റിംഗ് കാര്യങ്ങളൊന്നും ചേഞ്ച് വന്നിട്ടില്ല. പിന്നെ ബോണറ്റ് ഓക്കെയാണ്, റീപ്ലേസ് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഇഞ്ചസ് അടക്കം ബെൻഡ് വന്നിട്ടില്ല, ലെവലാണ്. ഇന്നർ വശങ്ങളിൽ എവിടെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ആകെ ഈ ബ്രാക്കറ്റ് കണ്ടോ ബെൻഡ് ഉണ്ട്. നമുക്ക് ഓക്കെ, അതേപോലെ ഈ ബ്രാക്കറ്റ് നയിക്കാൻ കുറച്ച് പണിയായി. കാരണം നമ്മൾ ഉള്ളിൽ നിന്ന് നയിക്കാൻ പറ്റുള്ള പുറമെ നയിക്കാനുള്ളത്. അത് വേണ്ട വെച്ചാൽ ടാക്കടിക്കണം. എന്താ അത് മെൻഡ് ചെയ്ത് വെച്ചു, ടാക്കടിച്ചാൽ മതി. വേറെ എവിടെയും കംപ്ലൈൻ്റ് ഇല്ല. ഇവിടെ വേറെ ടോൾട്ട് വന്നത് ബാക്കിയൊക്കെ ഓക്കെ. ഈ ഡോറ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത കാരണമാണ് കേട്ടോ ഇവിടെ കംപ്ലൈൻറ്റ് വന്നു. എന്നിട്ട് ഇവിടെ വന്നു. ഞാൻ ഓപ്പൺ ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ കോട്ടൺ വേസ്റ്റ് ഇവിടെ വെച്ചിട്ട് തിക്കി എടുക്കുക ചെയ്തത്. അപ്പോൾ പിന്നെ കംപ്ലൈൻറ്റ് വരില്ല. ഇത് മുന്നേ അങ്ങനെ ഓപ്പൺ ചെയ്ത് ഒരു വണ്ടി ഇടിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ആ ഒരു ഇറക്കത്തിൽ വന്നു പോയത് ഈ രണ്ട് സ്ക്രാച്ച്. കുഴപ്പമില്ല, അറ്റാച്ച് ചെയ്ത് വിടാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്ര സാധനങ്ങളുണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്. ചേഞ്ച് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഫ്രണ്ട് കുത്തിയ ഫെൻഡർ പിന്നെ യൂസ് ചെയ്ത ഒന്നാമത് നമ്മൾ നീറ്റായിട്ട് മാക്സിമം വർക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് ഇനി ഡെൻഡ് ചെയ്തിട്ട് ഇതുമ്പോൾ കുറേ പൊട്ടി കയറ്റിയിട്ട് വെറുതെ ഇത് ചെയ്യണ്ട. അപ്പോൾ അത് മാത്രമല്ല, ഫ്രണ്ട് മാത്രമല്ല കുത്തിയാണ്, ഈ ഒരു ഭാഗം കൊഴിഞ്ഞുള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ ലൈൻ ഷാർപ്പിന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ ബെൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ലതല്ല. യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ നല്ലതല്ല, കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളുടെ ബമ്പർ, ഗ്രില്ല്, ഹെഡ്ലൈറ്റ് പൊട്ടിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ആ ബ്രാക്കറ്റ് പൊട്ടി അത് അടിഭാഗത്ത് മൊത്തം പൊട്ടി. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനും, കാരണം എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോണറ്റ് ഒന്ന് അടച്ചു വെക്കാം. നിലവിലുള്ള വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കാം. നമ്മൾക്ക് ഇവിടെ ഒരു സിൽക്കി ഗോൾഡ് വണ്ടി പെയിൻറ്റിങ് എല്ലാം കംപ്ലീറ്റ് ആയി കിടക്കുന്നുണ്ട്. പോളിഷിങ് കാര്യങ്ങൾ ബാക്കിയാണ്. തമിഴ്നാട് ശേഷം വണ്ടി ഡിക്കിയൊക്കെ ചേഞ്ച് ചെയ്ത വണ്ടി. അതേപോലെ നമ്മളകത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒരു വൈറ്റ് കളർ ഇന്നോവ സെറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, സെറ്റിങ്ങിലാണ്. പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റിങ് ചെയ്യണേ. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ടൈപ്പ് 2 ഇന്നോവ തന്നെ പെയിൻറ്റിങ്. ഇത് വണ്ടി ചേഞ്ച് ചെയ്യല്ല, പക്ഷേ സീറ്റ് ഓൾട്രേഷൻ കാര്യങ്ങളുണ്ട്, ഇൻറ്റീരിയർ പെയിൻറ്റിങ് ഉണ്ട്. ടൈപ്പ് 2 തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളും ചെയ്യണം. അതേപോലെ ഈ ഒരു ഇന്നോവ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു ടൈപ്പ് 3 വണ്ടിയാണ്. ഇതിൻ്റെ ബോണറ്റ് റീപ്ലേസ് ചെയ്ത് പെയിൻറ്റിങ് ബാക്കിയുള്ളൂ.
ബാക്കി ഇപ്പോൾ കുട്ടികൾക്കും പ്രൈമർ കോട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ ഈ ഒരു വണ്ടി ഗോൾഡൻ വണ്ടിയായിരുന്നു, അതിൻ്റെ പ്രൈമർ കോട്ട് കഴിഞ്ഞു. അതേപോലെ നമ്മൾ ബൂത്തിൽ വരികയാണെങ്കിൽ ബൂത്തിൽ നമ്മളുടെ സെൻട്രോസിങ് മാസ്കിങ് ഒക്കെ ചെയ്തത് ഇന്ന് ഈ വണ്ടിയുടെ പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നത് കേട്ടോ. ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ എത്രേ ഉള്ളൂ. ജസ്റ്റ് ഗ്യാരേജിൽ വിശേഷങ്ങളും ഈ വണ്ടി അയച്ച് കാണിക്കാനുള്ളൊരു വീഡിയോ ഒക്കെ തന്നെയായിരുന്നു. പിന്നെ കാർബണൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.